Dear all, Fourier series and PDE. PDE means partial differential equation. നമ്മൾ നാലാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഫൊറിയർ സീരീസ് ഡെവലപ്മെൻ്റ് ആണ്. ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഒരു ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫൊറിയർ സീരീസ് അതിൻ്റെ കൺവെർജൻസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ്. ഫൊറിയർ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. അതിലെ ടേംസ് ട്രിഗണോമെട്രിക് ടേംസ് ആയിരിക്കും. സൈനും കോസും ഇൻവോൾവ് ചെയ്യുന്ന ഒരു ട്രിഗണോമെട്രിക് സീരീസാണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈപ്പിലുള്ള ഫംഗ്ഷൻസിനാണ് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ വാലിഡ് ആവുന്നത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായും ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കുന്ന ഫംഗ്ഷൻസ് പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. പീരിയോഡിക് ഫംഗ്ഷൻസിനാണ് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം പീരിയോഡിക് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ പീരിയോഡിസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദി കോൺസെപ്റ്റ് ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻ. See the definition. A function f of x is said to be periodic if there exists a positive real number t greater than 0 such that condition 1 x plus t belongs to domain of f. D of f stands for domain of f whenever x belongs to domain of f. And second condition, f of x plus t equal to f of x for every x belongs to domain of f. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ പീരിയോഡിക് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ അവിടെ ഉണ്ടാകണം. എന്താണ് ആ പോസിറ്റീവ് റിയൽ നമ്പറിൻ്റെ പ്രത്യേകത? എക്സ് എന്ന് പറയുന്നൊരു പോയിൻ്റ് നമ്മൾ ഡൊമൈനിൽ എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് ടിയും ഡൊമൈനിൽ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സും എഫ് ഓഫ് എക്സ് പ്ലസ് ടിയും അതിൻ്റെ വാല്യൂസ് പറയാൻ പറ്റും. അത് എക്സിസ്റ്റ് ചെയ്യും. ആ രണ്ട് വാല്യൂസ് ഈക്വൽ ആവുകയും വേണം. ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ഡി എഫ്. അപ്പോൾ എഫിൻ്റെ ഡൊമൈൻ നമുക്ക് ഇൻ്റർവെല്ലിൽ ഇവിടെ മാർക്ക് ചെയ്യാമെന്ന് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു എക്സ് എടുത്തു. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് ടി എന്ന് പറയുന്നത് ടി പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ എക്സ് പ്ലസ് ടി സംവെയർ ഹിയർ. ഓക്കെ, ദിസ് ഇസ് എക്സ് പ്ലസ് ടി. അപ്പോൾ എക്സിലും എക്സ് പ്ലസ് ടിയിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ രണ്ട് പോയിൻറ്റും ഡൊമൈനിലുണ്ടാവണം. എക്സ് ഉണ്ടാകുമ്പോൾ എക്സ് പ്ലസ് ടിയും ഉണ്ടാകണം. എക്സിലെയും എക്സ് പ്ലസ് ടിയിലെയും ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം. അപ്പോൾ എക്സിലെ വാല്യൂ ഇവിടെ എവിടെയാണ്, ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയാണ്. എക്സിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ ഹൈറ്റ് ഇത്രയാണെങ്കിൽ ഇതേ ഹൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എവിടെയും. എക്സ് പ്ലസ് ടിയിലും ഇതേ ഹൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഗ്രാഫ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാം. ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിലും എക്സ് പ്ലസ് ടിയിലും സെയിം വാല്യൂ വന്നു. സോ ദിസ് ഇസ് ഐഡിയ ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻ. അപ്പോൾ ഈ രണ്ടാമത്തെ കണ്ടീഷനാണ് ആക്ച്വലി ഡിഫൈനിങ് കണ്ടീഷൻ. ഈ ഡിഫൈനിങ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഓരോ ടി ഡിസ്റ്റൻസിലുമുള്ള പോയിന്റുകളിൽ ഫംഗ്ഷന് സെയിം വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ് ഈ കണ്ടീഷൻ പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ട്രൂ ഫോർ എവറി എക്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്. സോ എക്സും എക്സ് പ്ലസ് ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ ടി ഡിസ്റ്റൻ്റ് അകലെ കിടക്കുന്ന ഏത് രണ്ട് പോയിന്റിലും ഫംഗ്ഷൻ്റെ വാല്യൂസ് സെയിം ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സെയിം വാല്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫംഗ്ഷനെയാണ് അല്ലെങ്കിൽ റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ പീരിയോഡിക് ഫംഗ്ഷൻസ് ആക്ച്വലി പീരിയോഡിക് ഫംഗ്ഷൻ റിപ്രൊഡ്യൂസ് ഇറ്റ്സ് വാല്യൂസ് പീരിയോഡിക്കലി. ഓക്കെ, ആഫ്റ്റർ എ ഡിസ്റ്റൻസ് ഓഫ് ടി ഡിസ്റ്റൻസിൽ അതിൻ്റെ വാല്യൂസ് ഇങ്ങനെ പീരിയോഡിക്കായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസും ഉണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ബിഫോർ ഗോയിങ് ടു ദി എക്സാമ്പിൾ, ഈ ടി എന്ന് പറയുന്ന പോയിന്റ്, അതായത് ടി എന്ന് പറയുന്ന ആ റിയൽ നമ്പറിനെ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ പീരിയോഡ് എന്ന് വിളിക്കും. ടി ഈസ് കോൾഡ് എ പീരിയോഡ് ആൻഡ് ദ സ്മോളസ്റ്റ് സച്ച് ടി ഈസ് കോൾഡ് ദ ഫണ്ടമെൻ്റൽ പീരിയോഡ്. ഓക്കെ, so the value of t is called a period of f and the smallest positive value of t is called the fundamental period. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ്റെ പീരിയോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ടി എന്ന് പറയുന്ന റിയൽ നമ്പറിനെയാണ് പീരിയോഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഉള്ള ടികൾ ഒന്നിൽ കൂടുതലുണ്ടാവും. കാരണം ടി ഒരു പീരിയോഡ് ആണെങ്കിൽ ടിയുടെ ഏത് ഇൻറ്റിജർ മൾട്ടിപ്പിളും പോസിറ്റീവ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ എല്ലാം പീരിയോഡ് തന്നെയാണ്. ബിക്കോസ് യു ജസ്റ്റ് നോട്ട് ദാറ്റ് if t is a period, then every positive integer multiple of t is also a period. Okay, ടി പീരിയോഡ് ആണെങ്കിൽ 2t പീരിയോഡ് ആണ്. എങ്ങനെ 2t പീരിയോഡ് ആണെന്ന് നമുക്ക് കാണാം. സി, ടി പീരിയോഡ് ആണെങ്കിൽ ടി ഈസ് എ പീരിയോഡ് മീൻസ് t is a period of f means f of x plus t. Okay, f of x plus t equal to f of x.
ഇതാണ് ഡിഫൈനിങ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് 2t എന്ന് വരും നോക്കാം നമുക്ക്. എഫ് ഓഫ് എക്സ് പ്ലസ് 2t, എഫ് ഓഫ് എക്സ് പ്ലസ് 2t എനിക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് എഴുതാമല്ലോ. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് ടി പ്ലസ് ടി. പക്ഷേ ടി പീരിയോഡാണ്, ടി എഫിൻ്റെ പീരിയോഡ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്തായിരിക്കും? ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ടി. ഓക്കെ, കാരണം ടി പീരിയോഡ് ആഡ് ചെയ്തല്ലോ. എക്സ് പ്ലസ് ടിയിലുള്ള വാല്യൂയും എക്സ് പ്ലസ് ടിയിലുള്ള വാല്യൂ സെയിം ആയിരിക്കും, ബിക്കോസ് എഫ് ഈസ് ഓഫ് പീരിയോഡിക് വിത്ത് പീരിയോഡ് ടി. എഫ് ഓഫ് എക്സ് പ്ലസ് ടി പക്ഷേ എന്താണ്? എഫ് ഓഫ് എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 2tയിലെ വാല്യൂ എന്ത് തന്നെയാണ്? എക്സിലെ വാല്യൂ സെയിം ആണ്. സോ 2t ഈസ് ഓൾസോ പീരിയോഡ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് 2t ഈസ് എ പീരിയോഡ്. 2t ഈസ് എ പീരിയോഡ്. ഇങ്ങനെ നമുക്ക് അടുത്ത 3t പീരിയോഡ് ആണെന്ന് കാണിക്കാം. 3t എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് 3tയെ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് 2t പ്ലസ് ടി എന്നെഴുതാം. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് 2tയിലെ 2t പീരിയോഡാണ്. സോ അതുകൊണ്ട് തന്നെ അത് എഫ് ഓഫ് എക്സിലേക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ 3t പീരിയഡ് ആവും. അപ്പോൾ ഇങ്ങനെ ഇൻഡക്ഷൻ വഴി നമുക്ക് പറയാം എവറി പോസിറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ പീരിയോഡ് ഇസ് അഗെയിൻ എ പീരിയോഡ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ പീരിയോഡ്, ഒരു പീരിയോഡിക് ഫംഗ്ഷന് ഒന്നിൽ കൂടുതൽ പീരിയോഡുകൾ എന്തായാലും ഉണ്ടാകും. കാരണം ഒരു പീരിയോഡ് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഇൻറ്റിജർ മൾട്ടിപ്പിളും, പോസിറ്റീവ് ഇൻറ്റിജർ മൾട്ടിപ്പിളുകളും പീരിയോഡ് തന്നെയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പീരിയോഡുകളുടെ കളക്ഷനിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂ അത് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ എക്സിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ പീരിയോഡ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. So let's see some examples. First one, constant function. Constant function periodic ആണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ പീരിയോഡ് എല്ലാ പോസിറ്റീവ് റിയൽ നമ്പറും പീരിയോഡ് ആയിരിക്കും. എവറി പോസിറ്റീവ് റിയൽ നമ്പർ ഈസ് എ പീരിയോഡ്. എവറി പോസിറ്റീവ് റിയൽ നമ്പർ ഈസ് എ പീരിയോഡ്. ഓക്കെ, കാരണം എന്താ? കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി അല്ലേ, അല്ലെങ്കിൽ കെ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇറ്റ് ഈസ് ട്രൂ ഫോർ എവറി എക്സ് ഇൻ ദ ഡൊമെയിൻ. ഓക്കെ, അപ്പോൾ എക്സിനോട് കൂടി എക്സ് പ്ലസ് ടി ആഡ് ചെയ്ത് എക്സ് പ്ലസ് ടി ആക്കി കഴിഞ്ഞാലും, അല്ലെങ്കിൽ എക്സ് പ്ലസ് എനി പോസിറ്റീവ് റിയൽ നമ്പർ, ഓക്കെ, എനി പോസിറ്റീവ് റിയൽ നമ്പർ യു ആഡ്, എന്ത് തന്നെയാണ് വാല്യൂ വരികയുള്ളൂ? സി തന്നെയാണ് വരികയുള്ളൂ. ബിക്കോസ് കോൺസ്റ്റൻറ്റ് വാല്യൂ ഒരു സിംഗിൾ വാല്യൂ മാത്രമേ എടുക്കുകയുള്ളൂ, എല്ലാ പോയിൻറ്റിലും സെയിം വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഏത് റിയൽ നമ്പറും, ഏത് പോസിറ്റീവ് റിയൽ നമ്പറും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം പീരിയോഡാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയോഡ് ഏതാണ്? ഫണ്ടമെൻ്റൽ പീരിയോഡ് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം എല്ലാ പോസിറ്റീവ് റിയൽ നമ്പറുകളുടെ കളക്ഷനിൽ ഏറ്റവും സ്മോളസ്റ്റ് ആരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സ്മോളസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് സ്മോളസ്റ്റ് പോസിറ്റീവ് റിയൽ നമ്പർ. സോ ഫണ്ടമെൻ്റൽ പീരിയോഡ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനേ ഇല്ല. നോ ഫണ്ടമെൻ്റൽ പീരിയോഡ്. ഓക്കെ, നോ ഫണ്ടമെൻ്റൽ പീരിയോഡ്. അപ്പോൾ ഫണ്ടമെൻ്റൽ പീരിയോഡ് ഇല്ലാത്ത ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എക്സാമ്പിളാണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ സൈൻ എക്സ് ആൻഡ് കോസ് എക്സ്. കൊസീക്കൻ്റ് എക്സ്, സീക്കൻ്റ് എക്സ് അവരുടെ റെസിപ്രോക്കലുകളും. സൈൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എക്സ്. ഈ ഫംഗ്ഷൻസ് എല്ലാം പീരിയോഡിക് ആണ്. ഇവരുടെ എല്ലാവരുടെയും പീരിയഡ് 2πയുടെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, 2πയുടെ മൾട്ടിപ്പിൾസ്, അതായത് 2π, 4π, 6π, ഇതെല്ലാം ഈ ഫംഗ്ഷൻസിൻ്റെ പീരിയോഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് പീരിയഡ് എന്ന് പറയുന്നത് ഏതാണ്? 2π ആണ്. സോ 2π ഈസ് ദ ഫണ്ടമെൻ്റൽ പീരിയഡ് ഫോർ ദീസ് ഫംഗ്ഷൻസ്. സൈൻ എക്സ്, കോസ് എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്, ഈ 4 ഫംഗ്ഷൻസിൻ്റെയും ഫണ്ടമെൻ്റൽ പീരിയഡ് എന്ന് പറയുന്നത് 2π ആണ്. അടുത്തത് ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ്. ടാൻ എക്സിൻ്റെയും കോട്ടെക്സിൻ്റെയും പീരിയഡ് എന്ന് പറയുന്നത് പൈയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. കാരണം ടാൻ ഓഫ് എക്സ് പ്ലസ് പൈ ടാൻ എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എൻ പൈ വേർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ, എൻ ബിലോങ്സ് ടു എൻ, അതായത് പൈ, 2π, 3π എറ്റ്സെട്ര. ഓക്കെ, ഇതൊക്കെയാണ് ആരുടെ പീരിയഡ്? ടാൻ എക്സിൻ്റെയും കോട്ടെക്സിൻ്റെയും. അപ്പോൾ സ്മോളസ്റ്റ് പീരിയഡ് എന്ന് പറയുന്നത് പൈ ആണ്. സോ പൈ ഈസ് ദ ഫണ്ടമെൻ്റൽ പീരിയഡ് ഫോർ ദ ഫംഗ്ഷൻസ് ടാൻ എക്സ് ആൻഡ് കോട്ടെക്സ്. വാട്ട് അബൌട്ട് സൈൻ സ്ക്വയർ എക്സ്? സൈൻ സ്ക്വയർ എക്സിൻ്റെ പീരിയഡ് ഏതാണ് വരിക? സൈൻ സ്ക്വയർ എക്സിൻ്റെ പീരിയഡ് പൈയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. കാരണം നോക്കൂ, സൈൻ ഓഫ് എക്സ് പ്ലസ് പൈ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ എക്സ് ആണ്. ഓക്കെ, സൈൻ ഓഫ് എക്സ് പ്ലസ് പൈ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ എക്സ് ആണ്. അതുകൊണ്ട് സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് പൈ എന്ത് വരും? സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് പൈ വിൽ ബി നെഗറ്റീവ് സൈൻ എക്സ് ഇൻറ്റു നെഗറ്റീവ് സൈൻ എക്സ്, ദാറ്റ് ഈസ് നെഗറ്റീവ് സൈൻ എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ സൈൻ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് പ്ലസ് പൈയിൽ എക്സിലുള്ള വാല്യൂ സെയിം തന്നെയാണ്. എക്സിലുള്ള വാല്യൂയും എക്സ് പ്ലസ് പൈയിലുള്ള വാല്യൂയും സെയിം ആണ്. അപ്പോൾ പൈ ആണ് സൈൻ സ്ക്വയർ എക്സിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയഡ്. പൈയുടെ ഏത് ഇൻറ്റിജർ മൾട്ടിപ്പിളും പീരിയോഡുകൾ തന്നെയാണ്.
സോ പൈ ഇസ് ദ ഫണ്ടമെൻ്റൽ പീരിയഡ്. ഓക്കെ, സൈൻ സ്ക്വയർ എക്സിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയഡ് പൈ ആണ്. കോസ് സ്ക്വയർ എക്സ് ആണെങ്കിലും ഇത് തന്നെയാണ് കേട്ടോ. കോസ് സ്ക്വയർ എക്സിൻ്റെയും ഫണ്ടമെൻ്റൽ പീരിയഡ് ഇത് തന്നെയാണ് വരിക. ബിക്കോസ് കോസ് ഓഫ് എക്സ് പ്ലസ് പൈ ഈസ് ഓൾസോ നെഗറ്റീവ് കോസ് എക്സ്. വാട്ട് അബൌട്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്? അതിൻ്റെ പീരിയഡ് എന്താ വരിക? ഇതിൻ്റെ പീരിയഡ് പൈ ബൈ ടുവിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. പൈ ബൈ ടുവിൻ്റെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ആയിരിക്കും. എൻ ടൈംസ് പൈ ബൈ ടു, വേർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അതായത് പൈ ബൈ ടു, പൈ, ഓക്കെ, 3π ബൈ ടു എറ്റ്സെട്ര. ഇതായിരിക്കും ഇതിൻ്റെ പീരിയഡുകൾ. കാരണം എന്താ? സൈൻ സ്ക്വയർ ഓഫ് എക്സിനെ എക്സ് പ്ലസ് പൈ ബൈ ടു ആക്കി മാറ്റൂ. സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് പൈ ബൈ ടു എന്താണ് വരിക? നമുക്കറിയാം സൈൻ ഓഫ് പൈ ബൈ ടു പ്ലസ് എക്സ് കോസ് എക്സ് ആണ്. സോ സൈൻ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് പൈ ബൈ ടു എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് ആകും. അതുപോലെ കോസ് സ്ക്വയർ ഓഫ് പൈ ബൈ ടു പ്ലസ് എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആകും. ഓക്കെ, സോ അപ്പോൾ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ തന്നെയാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് തന്നെയാണ്. അപ്പോൾ പൈ ബൈ ടു ആണ് ഇതിൻ്റെ പീരിയഡ് വരിക. പൈ ബൈ ടുവിൻ്റെ എല്ലാ ഇൻറ്റിജറും പോസിറ്റീവ് ഇൻറ്റിജർ മൾട്ടിപ്പിൾസും പീരിയഡ് തന്നെയാണ്. സോ ദ സ്മോളസ്റ്റ് പീരിയഡ് ഈസ് പൈ ബൈ ടു. ദറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ പീരിയഡ് ഫോർ ദി ഫംഗ്ഷൻ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. സോ ലുക്ക് അറ്റ് ദ പ്രോബ്ലം. എഫ് ഓഫ് എക്സ് ഹാസ് പീരിയഡ് ടി. എഫ് ഓഫ് എക്സിൻ്റെ പീരിയഡ് ടി ആണ്. ദെൻ എഫ് ഓഫ് എ എക്സ്, വെയർ എ ഇസ് എ പോസിറ്റീവ് നമ്പർ, ഹാസ് പീരിയഡ് ടി ബൈ എ. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സിൻ്റെ പീരിയഡ് അറിയാമെങ്കിൽ എഫ് ഓഫ് എ എക്സ് എന്ന് പറയുന്നത് ഒരു സ്കെയിലിംഗ് ആണ്. ഇൻപുട്ടിനെ സ്കെയിൽ ചെയ്തു. സോ എഫ് ഓഫ് എ എക്സിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് ടി ബൈ എ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ എക്സിൻ്റെ പീരിയഡ് നമുക്കറിയാം 2π ആണ്. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് 2x പീരിയഡ് എന്ത് വരും? ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. സോ 2π ബൈ എ, അതായത് 2π ബൈ 2, ദറ്റ് ഈസ് പൈ. അപ്പോൾ സൈൻ ഓഫ് 2x പീരിയഡ് പൈ വരും. സോ ദിസ് ഇസ് ഐഡിയ. എങ്ങനെ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം? സി വാട്ട് ഈസ് ഗിവൺ. എഫ് ഓഫ് എ എക്സിൻ്റെ പീരിയഡാണ് നമുക്ക് കാണേണ്ടത്. ടി ബൈ എന്ന് കാണിക്കണം. എഫ് ഓഫ് എക്സിൻ്റെ പീരിയഡ് തന്നിട്ടുണ്ട്. സോ ഗിവൺ ദാറ്റ് ടി is a period, ടി is a period of എഫ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എ എക്സിൻ്റെ പീരിയഡാണ് ടി ബൈ എ എന്ന് കാണിക്കണം. സോ അതിനെന്താ കാണിക്കേണ്ടത്? എഫ് ഓഫ് എ എക്സ് പ്ലസ് ടി ബൈ എ എന്ന് പറയുന്നത് എഫ് ഓഫ് എ എക്സ് തന്നെയാണ് എന്ന് കാണിക്കണം അല്ലേ? എ എക്സ് പ്ലസ് ടി ബൈ എ അല്ല, സോറി. അതായത് എഫ് ഓഫ് എ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ വി മേ പുട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എക്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ എ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജിയുടെ പീരിയഡ് ടി ബൈ എ ആണ് എന്ന് കാണിക്കണം. ജിയുടെ പീരിയഡ് ടി ബൈ എ ആണെന്ന് കാണിക്കാൻ എന്താ കാണിക്കേണ്ടത്? ജി ഓഫ് എക്സ് പ്ലസ് ടി ബൈ എ ജി ഓഫ് എക്സ് തന്നെയാണ് എന്ന് കാണിക്കണം. സോ വി മേ കമ്പ്യൂട്ട് ജി ഓഫ് എക്സ് പ്ലസ് ടി ബൈ എ. എക്സിനെ റീപ്ലേസ് ചെയ്ത് എക്സ് പ്ലസ് ടി ബൈ എ ആക്കുന്നു. ദറ്റ് മീൻസ് എഫ് ഓഫ് എ എക്സ് മാറ്റി എക്സ് പ്ലസ് ടി ബൈ എ ആക്കുന്നു കേട്ടോ. ദറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എക്സ്, ബ്രാക്കറ്റ് ഇൻപുട്ടിൽ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, എ എക്സ് പ്ലസ് എ ടൈംസ് ടി ബൈ എന്ന് പറയുമ്പോൾ ടി തന്നെ വരും. ഓക്കെ, സോ ദറ്റ് ഈസ് എഫ് ഓഫ് എ എക്സ് പ്ലസ് ടി. വാട്ട് ഈസ് എഫ് ഓഫ് എ എക്സ് പ്ലസ് ടി? ദറ്റ് ഈസ് എഫ് ഓഫ് എ എക്സ്. വൈ? ബിക്കോസ് ടി ഈസ് എ പീരിയഡ് ഓഫ് എഫ്. ബിക്കോസ് ടി ഈസ് എ പീരിയഡ് ഓഫ് എഫ്. എഫിൻ്റെ പീരിയഡാണ് ടി. അതുകൊണ്ട് എഫ് ഓഫ് എ എക്സ് പ്ലസ് ടിയിലുള്ള വാല്യൂ എ എക്സിലുള്ള വാല്യൂ എഫിനെ സംബന്ധിച്ചിടത്തോളം സെയിം ആണ്. ഈ എഫ് ഓഫ് എ എക്സ് തന്നെയാണ് നമ്മുടെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇപ്പോൾ എന്താ കിട്ടിയത്? ജി ഓഫ് എക്സ് പ്ലസ് ടി ബൈ എ ഈക്വൽ ടു ജി ഓഫ് എക്സ്. ദറ്റ് ഈസ് ജി ഓഫ് എക്സ് പ്ലസ് ടി ബൈ എ ഈക്വൽ ടു ജി ഓഫ് എക്സ്. It is true for every x in the domain of G. This means what? T by A is a period. T by A is a period of G. G പക്ഷേ ആരാണ്? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരാണ്? എഫ് ഓഫ് എ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ പീരിയഡ് അറിയാമെങ്കിൽ എഫ് ഓഫ് എ എക്സിൻ്റെ പീരിയഡ് കാണാൻ എഫിൻ്റെ പീരിയഡ് ബൈ എ ചെയ്താൽ മതി. ഓക്കെ, next problem. Given that f comma g are periodic with the same period t, then prove that f plus g k times f, where k is a constant, and f by g define ചെയ്യാൻ g 0 വരാൻ പാടില്ല. ജിയുടെ വാല്യൂസ് ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. all these functions are again periodic. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഓൾജിബ്രൈക് കോമ്പിനേഷൻസ് ഒക്കെ പീരിയോഡിക് തന്നെ ആയിരിക്കും വിത്ത് സെയിം പീരിയഡ്. പക്ഷേ ഫണ്ടമെൻ്റൽ പീരിയഡ് മാറ്റം ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ ഓൾജിബ്രൈക് കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ ഈ ഇൻഡിവിജ്വൽ ഫങ്ഷൻസിൻ്റെ അതേ ഫണ്ടമെൻ്റൽ പീരിയഡ് തന്നെ ആവണമെന്നില്ല. ഫണ്ടമെൻ്റൽ പീരിയഡ് മാറാം. പക്ഷേ എഫിൻ്റെയും ജിയുടെയും പീരിയഡ് ആർക്കും ഉണ്ടാകും. എഫ് പ്ലസ് ജിക്കും കെ എഫിനും എഫ് ബൈ ജിക്കും ഒക്കെ എഫിൻ്റെയും ജിയുടെയും ആ പീരിയഡ് തന്നെ ഉണ്ടാകും. പക്ഷേ ഫണ്ടമെൻ്റൽ പീരിയഡിൽ മാറ്റം സംഭവിക്കാം. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്, എക്സാമ്പിളിൽ കണ്ടതാണ്. ഓക്കെ,
അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഐ എം ലിവിങ് ദിസ് പ്രോബ്ലം ആസ് ആൻ എക്സസൈസ്. സിംപ്ലി പ്രൂവ് ദാറ്റ് എഫ് പ്ലസ് ജി value of f plus g or kf or f by g at the point x and x plus t are same. ഓക്കെ, ഇവിടെ എന്താ അറിയാം, എഫിൻ്റെയും ജിൻ്റെയും വാല്യൂ പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. So look at the next problem. Determine whether the following functions are periodic. If so, find its fundamental period. ഇവിടെ കുറച്ച് ഫംഗ്ഷൻസ് 8 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് പീരിയോഡിക് ആണെന്ന് ചെക്ക് ചെയ്യാം. പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയഡ് ഏതാണെന്നും ഡിറ്റർമിൻ ചെയ്യാം. ഇവിടെ സൈൻ ഓഫ് 7x, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റിസൾട്ടിൽ നിന്ന് പറയാൻ പറ്റും. എഫ് ഓഫ് എ എക്സിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് t/a ആണ്. സൈൻ, ട്രിഗണോമെട്രിക് സൈൻ നമുക്കറിയാം പീരിയോഡിക് ആണ്, വിത്ത് പീരിയഡ് 2π ആണ്. അപ്പോൾ ഇതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 7xൻ്റെ ഏത് വരും, 2π/7. ഓക്കെ, അപ്പോൾ അതുപോലെ ബാക്കിയുള്ള കോസ്, ഇവിടെ സൈൻ, ഓക്കെ, ടാൻ. ഓക്കെ, വാട്ട് അബൌട്ട് സൈൻ h ഓഫ് 2x? ഹൈപ്പർബോളിക് സൈൻ ആണ്. ഹൈപ്പർബോളിക് സൈൻ പീരിയോഡിക് ആണോ എന്ന് നോക്കുക. ഹൈപ്പർബോളിക് സൈൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് സൈൻ എച്ച് എക്സ് എന്ന് പറയുന്നത് e⁻x മൈനസ് e⁻⁻x/2 ആണ്. അത് പീരിയോഡിക് ആണോ? അത് പീരിയോഡിക് അല്ല. കാരണം e⁻x എന്ന് പറയുന്ന ഫംഗ്ഷൻ മൊണോട്ടോൺ ഇൻക്രീസിങ് ആണ്, ഒരിക്കലും വാല്യൂ റിപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വാല്യൂ റിപ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ വാല്യൂസ് റിപ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ, അത് പീരിയോഡിക് ആണ്. അത് കോംപ്ലക്സിൽ നിങ്ങളത് കാണും. എനിവേ, റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പീരിയോഡിക് അല്ല, അതുകൊണ്ട് തന്നെ റിയൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പീരിയോഡിക് അല്ല. സൈൻ h2x എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. അതുപോലെ തന്നെ x³ എന്ന് പറയുന്ന ഫംഗ്ഷൻ എൻ്റെ റിയലായി നമ്മൾ എടുക്കുമ്പോൾ അതും പീരിയോഡിക് അല്ല. കാരണം x³ ഒരു x പ്ലസ് ടിയിലും എക്സിലുള്ള വാല്യൂ സെയിം ആയിട്ട് വരില്ല. ഓക്കെ, സോ x³ ഈസ് നോട്ട് എ പീരിയോഡിക് ഫംഗ്ഷൻ. വാട്ട് അബൌട്ട് ദ സെവൻത്ത് വൺ നമുക്ക് നോക്കാം. സെവൻത്ത് വൺ ഞാൻ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ 8th വൺ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 7th വൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കൂ, 0 1 രണ്ട് വാല്യൂ എടുക്കുന്നുള്ളൂ. 0 എന്നുള്ള വാല്യൂ എടുക്കുന്നത് 2n - 1 to 2n. ഓക്കെ, ദെൻ 2n to 2n plus 1ൽ 1 ആണ്. അപ്പോൾ 2n - 1 മുതൽ 2nലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് 1 ആണ്. അപ്പോൾ 1 ലെങ്ത്ത് ഇൻ്റർവെല്ലിൽ 0യും അടുത്ത 1 ലെങ്ത്ത് ഇൻ്റർവെല്ലിൽ 1 ആണ് വാല്യൂ. അപ്പോൾ ടോട്ടൽ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 2n - 1 മുതൽ 2n + 1 വരെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. 2n - 1 to 2n + 1 എന്ന് പറയുമ്പോൾ ലെങ്ത്ത് 2 ആണ് വരുന്നത്. അപ്പോൾ ലെങ്ത്ത് 2ൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0യും 1ഉം ആയിട്ടാണ്. അപ്പോൾ ഈ n എന്ന് പറയുന്നത് ഏത് ഇൻറ്റിജറും ആവാം, പോസിറ്റീവ് ഇൻറ്റിജർ ആവണമെന്നില്ല, ഏത് നെഗറ്റീവ് ഇൻറ്റിജറോ 0 +or -1 +or-2 എല്ലാം ആകാം. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം, അപ്പോൾ അതിൻ്റെ പീരിയോഡിസിറ്റി നമുക്ക് വ്യക്തമാകും ഉണ്ടെങ്കിൽ നോക്കാം. സോ 7th വൺ നമുക്ക് ചെയ്യാം. So for the solution, 7th one. So what is f of x? F of x is, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് വരച്ച് നോക്കാം. n = 0, for n = 0 ഇത് എങ്ങനെ വരും? f of x എന്ന് പറയുന്നത് 0 if n 0 എടുക്കും -1 less than or equal to x less than 1, sorry 0, and 1 if 0 less than or equal to x less than 1. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാമല്ലോ. അതായത് -1 to 0ൽ 0 ആണ്, ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. 0 to -1 to 0ൽ 0 ആണ്. 0 to 1ൽ 1 ആണ്. അപ്പോൾ 0ൽ എത്തുമ്പോൾ ഒരു ജമ്പ് സംഭവിക്കുന്നുണ്ട്. 0 to 1ൽ ഇവിടെ വാല്യൂ ഇല്ല, ഇവിടെയാണ് വാല്യൂ എടുക്കുന്നത്. 0ലുള്ള വാല്യൂ 1 ആണ്. സോ 0 to 1ൽ 1 തന്നെയാണ്. ഓക്കെ, സോ this point is 1. So -1 to 1ൽ ഈ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് ഇതിനെ വരയ്ക്കാം. അതിന് ഫോർ n = 1 f of x എന്ന് വരും. n-ന് 1 കൊടുക്കുമ്പോൾ, ഈ ഫോർമുലയിൽ n-ന് 1 കൊടുക്കുമ്പോൾ 1 to 2 0 എന്ന് വരും. if 1 less than or equal to x less than 2, and 1 if 2 less than or equal to x less than 3 എന്ന് വരും. ഓക്കെ, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 1 to 2ൽ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 0 ആയിട്ട് വരും. 2 എത്തുമ്പോൾ ജമ്പ് സംഭവിച്ചു. എത്രയിലേക്ക് ജമ്പ് ചെയ്തു? ഏത് പോയിന്റിലേക്ക്? 1ലേക്ക് ജമ്പ് ചെയ്തു. സോ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, റൈറ്റ്. സോ ദിസ് ഇസ് എ ഗ്രാഫ്. അപ്പോൾ നോക്കൂ, സോ 1 to 3, അപ്പോൾ ഇവിടെ 3. So can you see the periodicity? So ഗ്രാഫ് നോക്കൂ, -1 to 1ലുള്ള അതേ ഗ്രാഫ് തന്നെയാണ്
1 to 3യിലും വരുന്നത്. കണ്ടോ, -1 to 0യിലുള്ള അതേ വാല്യൂ തന്നെയാണ് 1 to 0യിലും വരുന്നത്. സോ ഈ ഗ്രാഫ് തന്നെയാണ് ഇവിടെ മറ്റുള്ള ഇൻ്റർവെല്ലിലും വരുന്നത്. പീരിയോഡിക് ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. അതിൻ്റെ ഹോൾ ഡൊമൈനിലുള്ള ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് മനസ്സിലാക്കാൻ ചെറിയൊരു സ്പെസിമെൻ മതി. ഓക്കെ, അതിൻ്റെ ആ ഫണ്ടമെൻ്റൽ പീരിയോഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പീരിയോഡിൻ്റെ ലെങ്ത്തിലുള്ള ഒരു ഇൻ്റർവെല്ലിൽ അതിൻ്റെ ഷേപ്പ് എന്താണോ അത് തന്നെ അതിൻ്റെ കോപ്പീസ് ആയിരിക്കും ബാക്കിയുള്ളിടത്തെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ -1 to 1ലുള്ള ആ ഗ്രാഫ് എന്താണോ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. So this is clearly a periodic function. So f of x is a periodic function. What is a period? It's a periodic function. What is a period? With a period എന്തെന്ന് പറയാം, പീരിയഡ് എന്താണ്, അതായത് ഏത് ലെങ്ത്തിലാണ് ഈക്വൽ വാല്യൂസ് കാണുന്നത് നോക്കൂ. -1 to 1ലുള്ള വാല്യൂ അത് തന്നെയാണ് 1 മുതൽ 3 വരെ. അപ്പോൾ -1, ഓക്കെ, -1ലുള്ള വാല്യൂ തന്നെയാണ് എവിടെയും വരുന്നത്, 1ലും വരുന്നത്. -1ൽ നിന്ന് 1ലേക്ക് മൂവ് ചെയ്യാൻ 2 ലെങ്ത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് അതായത് 2, അതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയഡ്. സോ വിത്ത് പീരിയഡ് t equal to 2. This 2 is nothing but the length of this interval. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ പീരിയഡ് എന്ത് തന്നെയാണ്, 2 മാത്രമല്ല, 2ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും പോസിറ്റീവ് ഇൻറ്റീജർ മൾട്ടിപ്പിൾസും പീരിയഡ് തന്നെയാണ്. 2, 4 എടുത്ത് നോക്കൂ. അപ്പോൾ -1 to 3 ഇത് മൊത്തം ഒരു ബ്ലോക്ക് ആക്കി എടുക്കുകയാണെങ്കിൽ ഇതേ ഗ്രാഫ് തന്നെ വീണ്ടും അടുത്ത 4 ലെങ്ത്തുള്ള ഇൻ്റർവെല്ലുകളിലൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ 4ഉം ഇതിൻ്റെ ഒരു പീരിയഡ് തന്നെയാണ്. ബട്ട് ദ ഫണ്ടമെൻ്റൽ പീരിയഡ് ഈസ് 2. ഓക്കെ, ഫണ്ടമെൻ്റൽ പീരിയഡ് ഈസ് 2. ഇതുപോലെ തന്നെ അടുത്ത പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാം. 8th പ്രോബ്ലം ഇതേപോലൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ട്രൈ ടു ഡ്രോ ദി ഫിഗർ corresponding to n equal to 0, n equal to 1, n equal to -1, etc. Then identify whether it is a periodic function or not. If it is periodic, try to find its fundamental period. Periodic ആണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയഡ് എന്ന് പറയുന്നത് ആ പീരിയോഡിസിറ്റി തരുന്ന ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് അതായിരിക്കും അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയഡ്. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. If f of x equal to x plus 1 minus 1 less than x less than 0, x if 0 less than x less than 1, and if f of x plus 2 equal to f of x, then find a formula for f of x in the interval 1 to 2 and in the interval 8 to 9. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ f of x plus 2 equal to f of x എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഫംഗ്ഷൻ ഈസ് പീരിയോഡിക് വിത്ത് പീരിയോഡ് 2 പീരിയോഡുള്ള ഒരു ഫംഗ്ഷനാണ് എന്നാണ് ഈ കണ്ടീഷനിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഫംഗ്ഷൻ ഇവിടെ -1 to 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. -1 to 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് എത്രയാണ്, 2 ആണ്. ഓക്കെ, 2 പീരിയോഡായിട്ടുള്ളൊരു ഫംഗ്ഷൻ 2 ലെങ്ത്തുള്ള ഒരു ഇൻ്റർവെല്ലിൽ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഏത് ഇൻ്റർവെല്ലിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇതേ ഗ്രാഫ് തന്നെ ആയിരിക്കും. ഓക്കെ, -1 to 1ലുള്ള ഗ്രാഫ് എന്താണോ അതേ ഗ്രാഫ് തന്നെ ആയിരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ 2 ലെങ്ത്തുള്ള ഇൻ്റർവെല്ലിലും വരിക. അപ്പോൾ -1 to 1ലുള്ള അതേ ഗ്രാഫ് തന്നെയാണ് 1 to 3യിലും വരിക. അതുപോലെ 3 to 5ലും ഒക്കെ ഇതിൻ്റെ കോപ്പീസ് ആയിട്ട് വരികയാണ് ചെയ്യുക. ബിക്കോസ് ഓഫ് ദിസ് കണ്ടീഷൻ, പീരിയോഡിസിറ്റി കണ്ടീഷൻ, f of x plus 2 equal to f of x. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് എ ഫോർമുല ഫോർ ദ ഫംഗ്ഷൻ f of x ഇൻ ദിസ് ഇൻ്റർവൽ 1 to 2 ആൻഡ് ഇൻ ദ ഇൻ്റർവൽ 8 to 9. 1 to 2ൽ ഇതിൻ്റെ ഫോർമുല, ഈ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും, അതുപോലെ 8 to 9 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ എന്ത് വരും എന്നുള്ളതാണ് കാണേണ്ടത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗ്രാഫ് വരച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക. ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആ ഗ്രാഫ് വെച്ചുകൊണ്ട് ഇതിനെ തൊട്ടടുത്തുള്ള 3-4 ഇൻ്റർവെല്ലിലേക്ക് അഥവാ പീരിയോഡിക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഗ്രാഫ് വരച്ച് നോക്കുക. വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഫോർമുല എഴുതാൻ പറ്റും. 1 to 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, അതുപോലെ 8 to 9ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.